ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 14-ാമത്തെ ശ്ലോകം വരികൾ സഹിതം തുടരുന്നു. തഥാശേതയർഹയർയുക്തേ മഹദീ സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവച്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദത്മതുഃ. നമസ്തേ. 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യ ദേവതയുണ്ട്. ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ വേർപിരിയാറില്ല. അപ്രകാരം വിജയ ഐശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ഭീഷ്മരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ്. കൃഷ്ണൻ പാണ്ഡവ പക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയ സാധ്യതയില്ലെന്ന് ദിവ്യശംഖങ്ങളുടെ ധ്വനി സൂചിപ്പിക്കുന്നു. അർജുനന് അഗ്നിദേവൻ നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ ഇരുന്നരുളുന്നത്. അങ്ങനെയുള്ള രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്നും 3 ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേ ഉള്ളൂവെന്നും ഇത് സൂചിപ്പിക്കുന്നു. കൃഷ്ണാർജുനന്മാരുടെയും അവരെ തുടർന്ന് പാണ്ഡവ സേനയുടെ മറ്റ് പ്രമുഖ നേതാക്കളുടെയും ശംഖുലികൾ സഞ്ജയൻ ധൃതരാഷ്ട്രരെ തുടർന്ന് കേൾപ്പിക്കുന്നു. നമസ്തേ. 1-ാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ 15-ാം ശ്ലോകം വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.